ഞാൻ കണ്ണൂരുകാരൻ, എന്നെ ആരും പേടിപ്പിക്കേണ്ട എന്ന് തന്നെ കാണുവാൻ വന്ന വിശ്വാസികളോടും വീര്യം പറയുന്ന തലശ്ശേരി മെത്രാപ്പോലിത്ത മാർ പാമ്പ്ളാനി പത്തിമടക്കുന്നു. സിനഡിലെ മെത്രാൻമാരെ പതുങ്ങിയിരുന്ന് പല വിധത്തിൽ സ്വാധീനിച്ചാണ് അദ്ദേഹം മെത്രാൻ പദവിയിൽ എത്തിയത്. എറണാകുളം രൂപതയിലെ ഫാദർ തേലക്കാട്ട് മോഡലിൽ അദ്ദേഹം വൈദികരെയും ചില വിമത വിശ്വാസികളെയും കൂടെ നിർത്തി നടത്തിയ നീക്കത്തിൽ വിജയം കണ്ടു. ശാലോം ടിവിയിലെ ബൈബിൾ പഠന പരിപാടി വഴി അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. പ്രഗത്ഭരായ പലരെയും അദ്ദേഹം വെട്ടിനിരത്തി. വലിയ കൃപയും കഴിവുമുള്ളവരെ പല വഴിക്ക് പറഞ്ഞയച്ചും തന്റെ അനുയായികളെ ഉപയോഗിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞും അദ്ദേഹം മെത്രാനും മെത്രാപ്പോലിത്തയുമായി. തഴയപ്പെട്ട ഒരാൾ പിന്നീട് മാനന്തവാടിയിൽ സഹായ മെത്രാനായി. ആർച്ച് ബിഷപ്പ് ആകും വരെ പതുങ്ങിക്കിടന്ന അദ്ദേഹം പിന്നീട് തന്റെ തനി സ്വഭാവം പുറത്തെടുത്തു. എറണാകുളത്തെ ഭൂമി വിൽപ്പനയുടെ തുക യഥാസമയം കിട്ടാത്ത പ്രശ്നം വന്നപ്പോൾ കുബുദ്ധി ഉയർന്നു. എറണാകുളത്തെ വിമതരെ ന്യായീകരിച്ചാണ് അദ്ദേഹം രംഗത്ത് വന്നത്. സ്വയം തട്ടിക്കൂട്ടിയ മോക്ക് അഭിമുഖം വഴി അദ്ദേഹം നിലപാട് അറിയിച്ചു. വിവിധ തരത്തിൽ സമരം ചെയ്ത എറണാകുളം വിമത വൈദികർ നന്മകൾ നിറഞ്ഞവരെന്ന് അദ്ദേഹം TV അഭിമുഖത്തിൽ പറഞ്ഞു. എറണാകുളം വിമതരിൽ പ്രധാനികളുടെ സുഹൃത്തും സെമിനാരി കാലത്തെ സഹപാഠിയുമായ അദ്ദേഹം കരുക്കൾ നീക്കി. എറണാകുളം വിമതരെ അദ്ദേഹവും വിമത വൈദികർ അദ്ദേഹത്തെയും പരസ്യമായി പിന്തുണയ്ക്കുന്നത് പിന്നീട് കണ്ടു. സ്വന്തം രൂപതയിലെ ചില സുഖിപ്പിക്കൽ വീരന്മാർ പല യോഗങ്ങളിലും അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞതോടെ അദ്ദേഹത്തിന്റെ ആവേശം വർദ്ധിച്ചു. മാർ പൗവത്തിൽ വിടവാങ്ങിയതും സീനിയർ മെത്രാൻമാർ പലരും വിരമിച്ചതും തനി നിറം കാണിക്കുവാൻ അദ്ദേഹത്തിന് പ്രചോദനമായി. മാർ ജോസ് പോരിനേടം, മാർ റിമീജിയസ്, മാർ ഇലവനാൽ എന്നിവരെ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് പരിഗണിച്ചുവെങ്കിലും അതിനെ നേരിടുവാൻ പാമ്പ്ളാനിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് സാധിച്ചിരുന്നു. കൗശലക്കാരനായ അദ്ദേഹം പിന്നീട് വിശ്രമിച്ചില്ല. മേജർ സ്ഥാനം നേടുവാൻ അദ്ദേഹം എറണാകുളം കേന്ദ്രമാക്കി പദ്ധതികൾ ആവിഷ്കരിച്ചു. തന്നെ മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് പരിഗണിക്കുവാൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് താല്പര്യമില്ലായിരുന്നുവെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മാർ ആലഞ്ചേരിക്കെതിരെ ശക്തമായ കരുക്കൾ നീക്കി. അതിൽ അദ്ദേഹം വിജയിച്ചു. മൗണ്ട് സെന്റ് തോമസിൽ അദ്ദേഹം തന്റെ അടുപ്പക്കാരെ എത്തിച്ചു. സ്വന്തം രൂപതയിലെ ഒരാളെ വിശ്വാസ പരിശീലനത്തിന്റെ സെക്രട്ടറിയായും താമരശ്ശേരി രൂപതയിലെ ഒരാളെ ചാൻസലർ, PRO, പബ്ലിക് അഫയേഴ്സ് തുടങ്ങിയ പദവിയിലും ഒരാളെ സഭയുടെ പത്രത്തിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനത്തും ഇപ്പോൾ AKCC ഡയറക്ടർ സ്ഥാനത്ത് സ്വന്തം രൂപതക്കാരനെയും നിയമിക്കാൻ ചുക്കാൻ പിടിച്ചു. അവർ അദ്ദേഹത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. തങ്ങൾക്ക് ലഭിക്കാനുള്ള പദവി അദ്ദേഹം ഉറപ്പു നൽകിയാണ് കൂടെ നിർത്തുന്നത്. അതിൽ ഒരാളെ മാർ ബോസ്കോയ്ക്ക് എറണാകുളത്തിന് വെളിയിൽ സ്വന്തം രൂപതയിൽ നിന്നും വൈസ് ചാൻസലർ പദവിയും ഉറപ്പുവരുത്തി.